അങ്ങനെ നമ്മൾ 12 ചെയിൻ ഇട്ടു. ഇനി ആദ്യം സിംഗിൾ ക്രോഷ്യാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെയിൻ വിട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ചെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. രണ്ടാമത്തെ ചെയിൻ ഇടാം. ഈ ചെയിനിൻ്റെ എപ്പോഴും നമ്മൾ ഈ മുകളിലത്തെ പോർഷൻസിൽ കണ്ടിന്യൂ ഇതുപോലെ 1 2 3 ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഹുക്സ് ഇൻസേർട്ട് ചെയ്യാൻ പോണത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ നോക്കിക്കോ. അപ്പോൾ ഫസ്റ്റ് ഇതാണ്, സെക്കൻഡ് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ സെക്കൻഡിലേക്ക് നമ്മളുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയിൻ ചെയ്തിരുന്ന പോലെ തന്നെ നമ്മുടെ യാൺ ഇങ്ങനെ ഈ വലിയ ടൈലിൻ്റെ താഴത്ത് കൂടെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവരും. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ താഴത്ത് കൂടെ എടുത്തിട്ട് ഓക്കെ, ഇതാണ് സിംഗിൾ ക്രോഷ്യ. കണ്ടില്ലേ? വീണ്ടും അടുത്തതിൽ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ, ഇതിനാണ് യാൺ ഓവർ എന്ന് പറയുക. ഓക്കെ, വീണ്ടും യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്. ഓക്കെ, 2 ലൂപ്സ് ആണല്ലോ ഒക്കുമ്പോൾ ഉണ്ടാവുക. ഒന്നും കൂടി ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ 1 ലൂപ്പ്, ദെൻ പുൾ ത്രൂ 2 ലൂപ്സ്. ഒരുമിച്ചിട്ട് 2 ലൂപ്പ് എടുക്കണം. ഇതാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിക്കാം. Insert the hook into the chain, then yarn over, then yarn over 2, pull through 2. വീണ്ടും insert ചെയ്യുക, yarn over and pull through, then again yarn over and pull through 2. വീണ്ടും insert the hook, yarn over, then yarn over, pull through 2. വീണ്ടും insert the hook, yarn over and pull through 2, 1, then yarn over and pull through 2. വീണ്ടും insert the hook, yarn over and pull through, then yarn over and pull through 2. Repeat again, insert the hook, yarn over and pull through 1, then yarn over and pull through 2. Insert the hook, yarn over and pull through 1, and yarn over and pull through 2. Again, insert the hook, okay, അങ്ങനെ നമ്മൾ 12 ചെയിൻ ഇട്ടു. ഇനി ആദ്യം സിംഗിൾ ക്രോഷ്യാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെയിൻ വിട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ചെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. രണ്ടാമത്തെ ചെയിൻ ഇടാം. ഈ ചെയിനിൻ്റെ എപ്പോഴും നമ്മൾ ഈ മുകളിലത്തെ പോർഷൻസിൽ കണ്ടിന്യൂ ഇതുപോലെ 1 2 3 ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഹുക്സ് ഇൻസേർട്ട് ചെയ്യാൻ പോണത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ നോക്കിക്കോ. അപ്പോൾ ഫസ്റ്റ് ഇതാണ്, സെക്കൻഡ് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ സെക്കൻഡിലേക്ക് നമ്മളുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയിൻ ചെയ്തിരുന്ന പോലെ തന്നെ നമ്മുടെ യാൺ ഇങ്ങനെ ഈ വലിയ ടൈലിൻ്റെ താഴത്ത് കൂടെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ
പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ താഴത്ത് കൂടെ എടുത്തിട്ട് ഓക്കെ, ഇതാണ് സിംഗിൾ ക്രോഷ്യ. കണ്ടില്ലേ? വീണ്ടും അടുത്തതിൽ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ, ഇതിനാണ് യാൺ ഓവർ എന്ന് പറയുക. ഓക്കെ, വീണ്ടും യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്. ഓക്കെ, 2 ലൂപ്സ് ആണല്ലോ ഒക്കുമ്പോൾ ഉണ്ടാവുക. ഒന്നും കൂടി ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ 1 ലൂപ്പ്, ദെൻ പുൾ ത്രൂ 2 ലൂപ്സ്. ഒരുമിച്ചിട്ട് 2 ലൂപ്പ് എടുക്കുക. ഇതാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിക്കാം. Insert the hook into the chain, then yarn over, then yarn over 2, pull through 2. വീണ്ടും insert ചെയ്യുക, yarn over and pull through, then again yarn over and pull through 2. വീണ്ടും insert the hook, yarn over, then yarn over, pull through 2. അങ്ങനെ നമ്മൾ 12 ചെയിൻ ഇട്ടു. ഇനി ആദ്യം സിംഗിൾ ക്രോഷ്യാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെയിൻ വിട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ചെയിൻ നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. രണ്ടാമത്തെ ചെയിൻ ഇടാം. ഈ ചെയിനിൻ്റെ എപ്പോഴും നമ്മൾ ഈ മുകളിലത്തെ പോർഷൻസിൽ കണ്ടിന്യൂ ഇതുപോലെ 1 2 3 ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഹുക്സ് ഇൻസേർട്ട് ചെയ്യാൻ പോണത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ നോക്കിക്കോ. അപ്പോൾ ഫസ്റ്റ് ഇതാണ്, സെക്കൻഡ് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഈ സെക്കൻഡിലേക്ക് നമ്മളുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയിൻ ചെയ്തിരുന്ന പോലെ തന്നെ നമ്മുടെ യാൺ ഇങ്ങനെ ഈ വലിയ ടൈലിൻ്റെ താഴത്ത് കൂടെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ താഴത്ത് കൂടെ എടുത്തിട്ട് ഓക്കെ, ഇതാണ് സിംഗിൾ ക്രോഷ്യ. കണ്ടില്ലേ? വീണ്ടും അടുത്തതിൽ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ, ഇതിനാണ് യാൺ ഓവർ എന്ന് പറയുക. ഓക്കെ, വീണ്ടും യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്. ഓക്കെ, 2 ലൂപ്സ് ആണല്ലോ ഒക്കുമ്പോൾ ഉണ്ടാവുക. ഒന്നും കൂടി ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ 1 ലൂപ്പ്, ദെൻ പുൾ ത്രൂ 2 ലൂപ്സ്. ഒരുമിച്ചിട്ട് 2 ലൂപ്പ് എടുക്കുക. ഇതാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഇൻസേർട്ട് ദ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞ് സ്ലിപ്പ് സ്റ്റിച്ചാണ് പഠിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 12 ചെയിൻ ഒരെണ്ണം കൂടുതലായിപ്പോയി ഞാൻ വെച്ചിട്ട്
ഒഴിവാക്കി. ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ ഒരു ചെയിന് ഒഴിവാക്കണം. ഇത് നമ്മൾ കൂട്ടാൻ പാടില്ല. ഇത് ഒഴിവാക്കി സെക്കൻഡിൽ വേണം നമ്മൾ ചെയ്ത് തുടങ്ങാൻ. ഇതിലത്തെ ബാക്ക് ലൂപ്പ് കണ്ടില്ല, ഈ ഒരു ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യുക, yarn over and put through the hole. അതിനുശേഷം ഈ പുള്ള് ചെയ്തത് നമ്മുടെ ഇവിടെ ഉള്ളതില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, സിംഗിൾ ക്രോഷിൽ നമ്മൾ 2 എണ്ണത്തിനുള്ളിൽ പുറത്തെടുത്തു, ഒരെണ്ണത്തിനുള്ളിൽ പുറത്തെടുക്കുക. ഒന്നും കൂടെ ഇൻസേർട്ട് ദ ഹുക്ക്, yarn over and pull through 2. ഓക്കെ, നമ്മൾ അവിടെ ചെയ്തത് ആദ്യം ഒന്ന് പുള്ളിയും പിന്നെ 2 എണ്ണത്തിൽ കൂടെ വീണ്ടും yarn over ചെയ്തിട്ട് പുള്ളിയെ ചെയ്യണം. ഇവിടെ അതില്ല, ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 2 ചെയ്യും. 2 എണ്ണത്തിനുള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കണം. ഒന്നും കൂടി ഇൻസേർട്ട്, yarn over, pull through 2, insert, yarn over, pull through 2, insert, yarn over and pull through 2. Okay, repeat ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സിംഗിൾ ക്രോഷയുടെ പോലെയല്ല, കുറച്ചും കൂടി അടുപ്പിച്ചിട്ടായിരിക്കും സ്റ്റിച്ചസ് ഉണ്ടാവും. സിംഗിൾ ക്രോഷ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്തുണ്ടാവും, ഇവിടെ ഒരു കുഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ.